ബാർട്ടർ സിസ്റ്റം എന്നൊന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. കാശ് കൊടുക്കാതെ സാധനങ്ങൾ കൈമാറി വസ്തുക്കൾ സ്വന്തമാക്കുന്ന ഒരു സിസ്റ്റമാണ് ബാർട്ടർ സിസ്റ്റം. ഇന്ന് ആഗോളസഭ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ അമ്മ സഭയുടെ മാതാവാണ് എന്ന തിരുനാളാണ് ആഘോഷിക്കുന്നത്. ഈ തിരുനാളിന് ഓർമ്മ ഒന്നാണ് ക്രിസ്തു ആദ്യമായി ബാർട്ടർ സിസ്റ്റം നടത്തിയതിനെക്കുറിച്ച്. കുരിശിലാണ് ഈ ബാർട്ടർ സിസ്റ്റം ആദ്യം നടന്നത്. യേശു കുരിശിന് മുകളിൽ മരണവെപ്രാളത്തിൽ കിടക്കുകയാണ്. എല്ലാ കാര്യങ്ങളും പറയുകയാണ്. പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളന് പറുദീസ വാഗ്ദാനം ചെയ്യുന്നു. ഒന്ന് താഴേക്ക് നോക്കുമ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് എല്ലാവരും ഓടിപ്പോയിട്ടും ഓടിപ്പോകാൻ നിന്ന ഒരു ശിഷ്യനും കൂടെയുണ്ട്. ഓടിപ്പോകാത്ത ഒരു ശിഷ്യൻ്റെ സ്നേഹവും തേടി വന്ന ഒരമ്മയുടെ സ്നേഹവും ആ കുരിശിൽ നിന്ന് കാണുമ്പോൾ യേശു ഒരു കാര്യം കൂടി അവിടെ പൂർത്തീകരിച്ചു. അതിങ്ങനെയാണ്: എല്ലാ കാലത്തും എൻ്റെ അമ്മ ലോകത്തിൻ്റെയും അമ്മയായിരിക്കണം. ജന്മം കൊണ്ട് നൽകിയ ഈ ജന്മം ഇനി കർമ്മം കൊണ്ട് ഈ ഭൂമിയിൽ പൂർത്തിയാക്കണം. അങ്ങനെ അവളുടെ ജീവിതത്തെ കുറച്ചും കൂടി എടുത്തുയർത്തി ധന്യമാക്കിയതാണ് ഇന്നത്തെ തിരുനാളിൻ്റെ പ്രത്യേകത. ഓടിപ്പോകാൻ നിന്ന ശിഷ്യനോട് അമ്മയെ ഏൽപ്പിച്ചിട്ട് ആ മരണപ്രാണത്തിലേക്ക് ക്രിസ്തു പറഞ്ഞു, എൻ്റെ അമ്മയെ നോക്കിക്കൊള്ളണം. തെരുവീതികളിലും വഞ്ചികളിലുമൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ തേടി വന്ന് ഒരിക്കൽ പോലും തൻ്റെ മിനിസ്ട്രിയെ ശല്യപ്പെടുത്താതെ ഒരു കല്ലേറ് ദൂരം മാറുന്ന കണ്ണുനീരോടെ കണ്ടിട്ടും സ്നേഹത്തോടെ കണ്ടിട്ടും ഒക്കെ എല്ലാ സ്വപ്നങ്ങളെയും മാറ്റിവെച്ച് സ്നേഹത്തിൻ്റെ പുതിയൊരർത്ഥം കാണിച്ചൊരു അമ്മ നിൽക്കുമ്പോൾ ആ അമ്മയോട് പറഞ്ഞു, ഇനി ഞാനല്ല, ദാ ഈ ഒരു മകനെ നിൻ്റെ മകനായി സ്വീകരിച്ചോളണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ക്രിസ്തു മിഴിപൂട്ടിയത്. ആ മിഴിപൂട്ടൽ ലോകത്തിന് തന്നെ പുതിയൊരു ചരിത്രമായി മാറി. ലോകത്തിന് വലിയൊരു സമ്മാനമായി മാറി. നൽകിയ സ്നേഹത്തിന് ക്രിസ്തു നൽകിയത് ഇരട്ടി സ്നേഹമാണ്. യോഹന്നാൻ ഓടിപ്പോകാതെ നിന്നപ്പോൾ ആ സ്നേഹത്തിന് ക്രിസ്തു നൽകിയ വലിയൊരു സമ്മാനത്തിൻ്റെ പേരാണ് പരിശുദ്ധ മറിയം. എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ പിന്നാലെ ഓടിപ്പോകാതെ തിന്മയുടെ ഒരു സാധ്യതകളും ഇല്ലാതെ നിൽക്കുമ്പോൾ ആ ജീവിതത്തിന് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പേരാണ് പരിശുദ്ധ മറിയം. അങ്ങനെ ആ മറിയത്തെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. പ്രിയമുള്ളവരെ, യേശുവിലൂടെ ഓരോരുത്തരും മറിയത്തെ സ്വന്തമാക്കണമെന്നും മറിയത്തിലൂടെ യേശുവിനെ സ്വന്തമാക്കണമെന്നൊക്കെ പഠിപ്പിക്കുന്ന ഈ ലോകത്ത് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും സ്വന്തമാക്കേണ്ടത് ക്രിസ്തുവിനെയും മറിയത്തെയും ഒരുപോലെയാണ്. ഓടിപ്പോകാതെ ആരൊക്കെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ അവരെല്ലാവർക്കും സ്വന്തമാകുന്നത് അമ്മയാണ്, പരിശുദ്ധ മറിയത്തെ. ഈ സഭയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് കുരിശിൻ ചുവട്ടിലെ ആ സ്നേഹത്തെയാണ്, പരിശുദ്ധ മറിയത്തെ. അതുകൊണ്ട് തന്നെ ഇന്നും നിലവിളിച്ച് കരയാനും നെഞ്ചോട് ചേർത്ത് പിടിക്കാനും നമുക്കൊരമ്മയുണ്ട് എന്ന് അവകാശപ്പെടാൻ കത്തോലിക്ക സഭയ്ക്ക് എന്നും ഒരു കാതലായി മറിയമുണ്ട്. ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇതാണ്: കുരിശിലെ സ്നേഹത്തിന് പറ്റാത്ത ഒരമ്മയുടെ പേരുണ്ട്, മറിയം. ആ മറിയത്തെ ഉള്ളിൽ സൂക്ഷിക്കാൻ ജപമാല കയ്യിലുണ്ടാകട്ടെ. ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
മറിയം എന്നമ്മ മറിയം. എരിയും തീയിൽ എരിയാത്തവൾ നീ, മറിയം എന്നമ്മ മറിയം. മുറിവുകളെല്ലാം കൃപയായി തീർത്തവളേ, മറിയം എന്നമ്മ മറിയം. ഉള്ളുരുകുമ്പോൾ എന്നെ ചേർത്തു പിടിച്ചവളമ്മ, മറിയം എന്നമ്മ